ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും മറ്റൊരു റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് വളരെ ബിസി ആയിട്ടുള്ള ദിവസങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ് ഇത്. ടൂണ സാൻഡ്വിച്ചാണ്. പല രീതിയിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുണ്ടാക്കാൻ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി. ഞാനിത് അവിടെ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊരു സവാളയാണുള്ളത്. അത് വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞു വെച്ചത്. പിന്നെ വേണ്ടത് പാസ്ലി ലീവ്സ് ആണ്. ഇത് കുറച്ച് മതി. അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ടൂണയാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ക്യാൻഡ് ടൂണ ഫിഷാണ്. ഇത് കുക്ക്ഡാണ്, പക്ഷെ ഞാനിങ്ങനെ ഡയറക്റ്റ് ആയിട്ടല്ല യൂസ് ചെയ്യുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഉണ്ട്, നമുക്ക് വഴിയെ കാണാം. ഇനി ഈ പാസ്ലി ലീവ്സ് നമുക്ക് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ നമ്മൾ ലീവ്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫില്ലിംഗ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇത് 185 ഗ്രാമിൻ്റെ ക്യാനാണ്. ഇത് യൂസ് ചെയ്തിട്ട് 3 സാൻഡ്വിച്ചിനുള്ള ഫില്ലിംഗ് ആണ് ഈ മെത്തേഡിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് കുക്ക്ഡ് ടൂണയാണെങ്കിലും ഞാൻ ഇങ്ങനെ ഡയറക്റ്റായിട്ടല്ല യൂസ് ചെയ്യുന്നത്. ഇത് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്, പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇതൊന്നുകൂടി കുക്ക് ചെയ്തിട്ട് കഴിക്കാനാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിത് അവിടെ ഫ്രൈങ് പാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് സെപ്പറേറ്റ് ഓയിൽ, കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഇതിൽ തന്നെ വെജിറ്റബിൾ ഓയിൽ ഉണ്ട്. അപ്പം അതിനെ യൂസ് ചെയ്തിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ക്യാൻഡ് മീറ്റ് ഒരിക്കലും ഹെൽത്തി ഒന്നുമല്ല. അപ്പോൾ ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഫ്രഷ് ആയിട്ടുള്ള ടൂണ ഫിഷ് യൂസ് ചെയ്തിട്ടും ഇത് ഉണ്ടാക്കാം. ഫിഷ് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം മഞ്ഞളും ഉപ്പും യൂസ് ചെയ്തൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്ലഷ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഈ ഉണ്ടാക്കുന്ന സെയിം പ്രൊസീജിയർ ഒന്ന് ഫോളോ ചെയ്താൽ മതി. അത് ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, പക്ഷെ ഒരു ഹെൽത്തിയർ ഓപ്ഷനാണ്. ഇപ്പോൾ ഇത് 1 മിനിറ്റ് നേരം ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഉപ്പാണ്. ഇതിൽ ഓൾറെഡി ഉപ്പുണ്ട്. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് കുരുമുളക് പൊടിച്ചതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യാൻ. നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ട് വേണമെങ്കിൽ കുറച്ച് അധികം ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണാണ് ആഡ് ചെയ്തിട്ടുള്ളത്, അധികം ആഡ് ചെയ്തിട്ടില്ല. അപ്പം ഇത് തീരെ സ്പൈസി അല്ലാത്തൊരു സാൻഡ്വിച്ചാണ്. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ മാത്രം കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ടോട്ടൽ ഒരു 2 to 3 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, കുക്ക് ചെയ്യാതെ കഴിക്കുന്നവരുണ്ട്. ഇതെൻ്റെ പ്രിഫറൻസിന് ഞാൻ കുക്ക് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി കുക്കിംഗ് പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ല. ഇനി നമുക്ക് കുറച്ച് മിക്സ് ചെയ്യാനാണ് ഉള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള എടുത്ത് ഒരു ബൗളിലിടാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലീഫ് ഇടാം. ഫില്ലിംഗ് ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ഫില്ലിംഗ് ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മയോണൈസ് ആണ്. അപ്പോൾ അതിന് പ്രത്യേക ക്വാണ്ടിറ്റി ഒന്നുമില്ല. അപ്പോൾ ആദ്യം ഞാനൊരു 2 to 3 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മയോണൈസ് വേണോ എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. ആദ്യം നമുക്ക് ഫിഷ് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫിഷ് നമുക്കിതിൽ നല്ലപോലെ ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലിനി കുറച്ചുകൂടി മയോണൈസ് വേണം, എന്നാലാണ് ഇത് സ്പ്രെഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ഞാൻ ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ടൂണ സാൻഡ്വിച്ചിലേക്കുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വേറെയും വെജിറ്റബിൾസ് ഇതിൽ ആഡ് ചെയ്യാം. നമ്മളിത് റാപ്പ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ റാപ്പ് ചെയ്യുന്ന സമയത്ത് പ്ലേസ് ചെയ്യാനുള്ള ലെറ്റ്യൂസ് ലീവ്സ് ഹാർഡ് പോർഷൻ കട്ട് ചെയ്തെടുത്തതാണിത്. റാപ്പ് ചെയ്യാൻ കുബൂസാണ് യൂസ് ചെയ്യുന്നത്. അതിന് പകരം ചപ്പാത്തി അല്ലെങ്കിൽ ബ്രെഡ്, ബണ്ണെല്ലാം യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇത് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് റാപ്പ് ചെയ്തെടുക്കാം. ഇതിലേക്കുള്ള സവാള, ടൊമാറ്റോ എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളത് കവർ ചെയ്തിട്ടെടുക്കുകയാണ്.
ഇതാണ് നമ്മുടെ ടൂണ സാൻഡ്വിച്ച്. വളരെ എളുപ്പമാണ്. ഇനി നിങ്ങൾക്ക് പീറ്റ ബ്രെഡ്, അതായത് കുബൂസ് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സാധാ ബ്രെഡ് അല്ലെങ്കിൽ ബണ്ണ്, ഈവൻ ചപ്പാത്തി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് ഓഫീസിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടിഫിൻ റെസിപ്പി കൂടിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.